പുഷ്പ ടു ദ റൂൾ എന്ന സിനിമേൻ്റെ 11 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. ആദ്യം തന്നെ നമുക്ക് തെലുങ്ക് സ്റ്റേറ്റ്സിനെ തുടങ്ങാൻ സിനിമേൻ്റെ കളക്ഷൻ. തെലുങ്കിൽ നിന്ന് മാത്രം സിനിമ നേടിയെടുത്തത് ഓൾമോസ്റ്റ് തെലുങ്ക് സ്റ്റേറ്റ്സിൽ നിന്ന് 280 കോടിനടുത്താണ് സിനിമേൻ്റെ തെലുങ്കിലെ കളക്ഷൻ തന്നെ കാണാൻ സാധിക്കുന്നത്. ഇനി കർണാടകയിൽ നോക്കുകയാണെങ്കിൽ 74.75 കോടിയാണ് സിനിമ കർണാടക ഭാഗത്ത് നിന്ന് ഓൾമോസ്റ്റ് നേടിയെടുത്തത്. തമിഴ്നാട് ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ 64.5 കോടിൻ്റെ അടുത്താണ് തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. കേരളത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ 16.75 കോടിൻ്റെ അടുത്താണ് കേരള ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ മറ്റിടത്തു നിന്നൊക്കെ ആയിട്ട് ഇന്ത്യയിൽ നിന്ന് ഓൾമോസ്റ്റ് 630 കോടിയാണ് കാണാൻ സാധിക്കുന്നത് നമുക്ക്. അങ്ങനെ ഓൾ ഇന്ത്യൻ ഗ്രോസ് ആയിട്ട് 1066 കോടിയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഇന്ത്യയുടെ പുറത്തുനിന്ന് മാത്രം സിനിമയ്ക്ക് 226 കോടിയാണ് കളക്ട് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. സിനിമയ്ക്ക് ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ടാണ് 1066 കോടിയുടെ അടുത്ത് കാണാൻ സാധിക്കുന്നത്. ചില്ലറ കളക്ഷൻസ് അല്ല സിനിമ ഇന്ത്യയിൽ നിന്ന് മാത്രം നേടിയെടുത്തിരിക്കുന്നത്. തെലുങ്ക് സ്റ്റേറ്റ്സിൽ നിന്നാണ് ഏറ്റവും കളക്ഷൻ സിനിമ നേടിയെടുത്തതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 11 ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് 1292 കോടിയാണ് നേടിയെടുത്തിരിക്കുന്നത്. നമ്മുടെ ഇതുവരെ വന്നതിലെ ഓൾ ടൈം മൂന്നാമത്തെ ഹയസ്റ്റ് ഗ്രോസിംഗ് ഇന്ത്യൻ സിനിമയായി മാറിയിരിക്കുകയാണ് നമ്മുടെ പുഷ്പ ടു ദ റൂൾ എന്ന സിനിമ. സിനിമയിലെ ഫൈനൽ കളക്ഷൻ എന്തായാലും ഒരു മികച്ച നമ്പറിലോട്ട് തന്നെയായിരിക്കും പോകാൻ ചാൻസ് കാണുന്നത്. എന്തായാലും 1300 കോടിയുടെ അടുത്തെന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും സിനിമയുടെ കളക്ഷൻ. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് സിനിമേൻ്റെ ഫൈനൽ റൺ എവിടെ വരെ പോകുമെന്ന്. കളക്ഷൻ്റെ കാര്യത്തിൽ ചിത്രം ഇനി 3D ഫോർമാറ്റിലും തിയേറ്റർ റിലീസ് വരുന്നുണ്ട്. ഹൈദരാബാദിലെ ചിലയിടങ്ങളിൽ തിയേറ്ററിൽ സിനിമേൻ്റെ 3D ഫോർമാറ്റും തിയേറ്റർ റിലീസ് വരുന്നുണ്ട്. എന്തായാലും അതും നമുക്ക് കാണാൻ സാധിക്കും ചാൻസ് കുറവാണ് കേരളത്തിൽ. എന്നാൽ പോലും ഇത്രയും മികച്ച കളക്ഷനാണ് സിനിമ നേടിയെടുക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് സിനിമേൻ്റെ ഫൈനൽ കളക്ഷൻ എവിടെ വരെ എത്തുമെന്ന്. കംബോക്സ് ചെയ്യപ്പെടുക സിനിമേൻ്റെ ഫൈനൽ കളക്ഷൻ എവിടെ വരെ എത്തുമെന്ന്. എന്തെങ്കിലും കാത്തിരിക്കാൻ നമുക്ക് സിനിമേൻ്റെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടിനായിട്ട് കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ടും സിനിമാ കളക്ഷൻ അപ്ഡേറ്റിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.